എന്റെ ബാക്കുവിൽക്കൂടെയുള്ള യാത്ര തുടരുകയാണ്. മൈതാൻ ഹില്ലിൽ നിന്നും ഞങ്ങൾ ഇഷറി ഷഹീർ എന്ന് ഇവിടുത്തുകാർ വിളിക്കുന്ന ഓൾഡ് സിറ്റിയിലേക്കാണ് പോകുന്നത്. മൈതാൻ ഹില്ലിലെ എറ്റേണൽ ഫ്ലെയിം സിറ്റി എന്ന സ്ഥലത്ത് നിന്നും നടന്നു പോവുകയാണെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഓൾഡ് സിറ്റിയുടെ പ്രധാന പ്രവേശന കവാടത്തിലെത്താം. കാറിലാണെങ്കിൽ ദൂരക്കൂടുതലുണ്ടെങ്കിലും വേഗം എത്താൻ സാധിക്കും. കാസ്പിയൻ കടലിന് സമാന്തരമായി പോകുന്ന ബാക്കുവിലെ ഒരു പ്രമുഖ പാതയായ നെഫ്ചിലാർ അവന്യൂയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ തൊഴിലാളികൾ എന്നർത്ഥമുള്ള നെഫ്ചിലാർ എന്ന പേര് 19-ാം നൂറ്റാണ്ട് മുതൽ എണ്ണ ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രമായ ഈ നഗരത്തിലെ എണ്ണ വ്യവസായത്തിന്റെ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആധുനിക ബഹുനില കെട്ടിടങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, ബിസിനസ് കേന്ദ്രങ്ങൾ, ആഡംബര ഹോട്ടലുകൾ, സോവിയറ്റ് കാലഘട്ടത്തിലെ പഴയ കെട്ടിടങ്ങൾ എന്നിവയുടെ ഒരു മിശ്രിതം ഈ അവന്യൂവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 2000 വർഷത്തിലേറെ പഴക്കമുള്ളതും 2000 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമായ ബാക്കുവിന്റെ പുരാതന ഹൃദയമായ ഇഷറി ഷഹർ എന്ന് വിളിക്കുന്ന ഓൾഡ് സിറ്റിയുടെ പ്രവേശന കവാടത്തിലാണ് ഞാൻ. ഷിർവാൻ ഷാ രാജാക്കന്മാർ നിർമ്മിച്ച ഈ കോട്ട ആ പഴയ നഗരത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നു. 8-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഷിർവാൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ആധുനിക അസർബൈജാൻ ഭരിച്ച ഭരണാധികാരികൾ നിർമ്മിച്ച അതുല്യമായ വാസ്തുവിദ്യാ പാരമ്പര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. മംഗോളിയൻ അധിനിവേശത്തിനും സഫാവിഡ് സാമ്രാജ്യത്തിന്റെ ഉദയത്തിനും ശേഷം അവരുടെ ശക്തി ക്ഷയിക്കുകയും 1538-ൽ സഫാവിഡുകൾ അവസാനത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്തിയതോടെ ഷിർവാൻ ഷാ രാജവംശത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു. അവരുടെ പതനം സംഭവിച്ചെങ്കിലും അസർബൈജാനി വാസ്തുവിദ്യയിലും സത്വത്തിലും ഷിർവാൻ ഷാകളുടെ സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു. യഥാർത്ഥ കോട്ടയിൽ പ്രതിരോധത്തിനായി വെള്ളവും എണ്ണയും നിറച്ച ഇരട്ട മതിലുകളുള്ള കോട്ടകളുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നത് കോട്ടയുടെ ഉള്ളിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഭിത്തിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ബാക്കു വികസിച്ചപ്പോൾ പഴയ നഗരത്തിന്റെ കോട്ടകൾ, പ്രത്യേകിച്ചും പുറം മതിലിന്റെ ഭാഗങ്ങൾ പ്രതിരോധത്തിന് ആവശ്യമായിരുന്നില്ല. അക്കാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ അസർബൈജാനിലുള്ള നിയന്ത്രണത്തിലും എണ്ണ കുതിച്ചുചാട്ടത്തിലും ബാക്കു ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണത്തിനും നഗരവികസനത്തിനും വിധേയമായി. ഈ കാലഘട്ടത്തിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, പുതിയ നഗര പദ്ധതികൾ എന്നിങ്ങനെയുള്ള പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി ഈ പഴയ പട്ടണത്തിന്റെ പുറമെയുള്ള മതിലുകളുടെയും ഗേറ്റുകളുടെയും വലിയ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുകയോ വിൽക്കുകയോ ചെയ്തു. ബാക്കു കോട്ടയ്ക്ക് കാസ്പിയൻ കടലിലേക്കും മറ്റൊന്ന് കരയിലേക്കും തുറന്നിരുന്ന 2 പ്രധാന കവാടങ്ങൾ ഉണ്ടായിരുന്നു. 8 മുതൽ 12 മീറ്റർ വരെ ഉയരവും 3.5 മീറ്റർ വീതിയുമുള്ള യഥാർത്ഥ കോട്ട മതിലുകൾക്ക് 1500 മീറ്റർ നീളമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 500 മീറ്റർ നീളത്തിൽ മാത്രമേ അവ അവശേഷിക്കുന്നുള്ളൂ. ഒരു പ്രതിരോധ യൂണിറ്റായിരുന്ന ഈ കോട്ടയിലെ ഉരുണ്ട ഗോപുരങ്ങൾ ആയുധശാലകൾ കൂടിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അസർബൈജാനി സാഹിത്യത്തെയും സംസ്കാരത്തെയും സാരമായി സ്വാധീനിച്ച അസർബൈജാനി കവിയും പൊതുപ്രവർത്തകനുമായ അലിയാഗ വാഹിദിന്റെ പ്രതിമയാണ് ഗേറ്റ് കടന്നാൽ സന്ദർശകരെ ഉടൻ സ്വാഗതം ചെയ്യുന്നത്. അസർബൈജാനി ജീവിതം, പ്രണയം, സാമൂഹിക പോരാട്ടങ്ങൾ എന്നിവയുടെ സാരാംശം പകർത്തിയ ശക്തമായ ഗസലുകൾക്ക് പേരുകെട്ട വാഹിദിന്റെ സാഹിത്യ പൈതൃകം ഈ പ്രതിമയിലൂടെ ആദരിക്കപ്പെടുന്നു. വാഹിദിന്റെ വിവാഹം, ഗസൽ ആലാപനങ്ങൾ, ശവസംസ്കാരം എന്നിവയുൾപ്പെടെയുള്ള ജീവിതത്തിന്റെ പ്രധാന വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പ്രതിമ പ്രതീകാത്മകതയാൽ സമ്പന്നമാണ്. ഒരു വൃക്ഷം പോലെ വാഹിദിന്റെ സ്വാധീനം നിലനിൽക്കുന്നു എന്ന ആശയത്തോടെ വേരുപിടിച്ചു വളരുന്ന ഒരു മരം പോലെയാണ് കവിയുടെ തല നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഭൂകമ്പത്തിന് ശേഷം ഭൂമി തകരുകയും മാറുകയും ചെയ്താലും മരങ്ങൾ അവശേഷിക്കുന്നു. കേവലം പൊടി മാത്രമായ മനുഷ്യർ മണ്ണിലേക്ക് മടങ്ങുന്നു. ഇതായിരുന്നു ഗസൽ ഖാൻ എന്നറിയപ്പെട്ടിരുന്ന വാഹിദിന്റെ ജീവിത തത്വശാസ്ത്രം. ഇവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഷിർവാൻ ഷാ രാജകുടുംബം താമസിച്ചിരുന്ന കൊട്ടാരവളപ്പിലാണ്. ഈ കാണുന്നത് അസർബൈജാനികൾ സാധാരണയായി ചായ കുടിക്കുന്ന അർമുഡു ഗ്ലാസുകൾ എന്നറിയപ്പെടുന്ന ചെറിയ തുലിപ്പ് ആകൃതിയിലുള്ള ഗ്ലാസുകളുടെ മാതൃകയാണ്. അസർബൈജാനിലെ ദൈനംദിന ജീവിതത്തിന്റെയും പ്രത്യേക അവസരങ്ങളുടെയും പ്രധാന വശങ്ങളാണ് ചായ ആഘോഷങ്ങളും ചായകുടിയും. ഞങ്ങളുടെ ഗൈഡ് യാല പറഞ്ഞതാണ്, പണ്ടൊക്കെ വിവാഹാലോചനകളിൽ മധുരമുള്ള ചായ നൽകിയാൽ അത് സ്വീകാര്യതയാണ് കാണിച്ചിരുന്നത്. എന്നാൽ ആലോചന നിരസിക്കാനുള്ള സൗമ്യവും മര്യാദയുള്ളതുമായ ഒരു മാർഗമായിരുന്നു മധുരമില്ലാത്ത ചായ നൽകുക എന്നത്. ഇവിടെ കുറച്ച് റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും ഒക്കെ കാണാൻ സാധിക്കും. കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുകയാണ്. 500 രൂപയാണ് പ്രവേശന ഫീസ്. അസർബൈജാനിലെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ സ്മാരകങ്ങളിലൊന്നായ ഷിർവാൻ ഷാസ് കൊട്ടാരം 15-ാം നൂറ്റാണ്ടിൽ ഭൂകമ്പത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഷിർവാൻ ഷാകൾ തങ്ങളുടെ തലസ്ഥാനം ഷമാഖിയിൽ നിന്ന് ബാക്കുവിലേക്ക് മാറ്റിയപ്പോൾ നിർമ്മിച്ചതാണ്. 9 മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഷിർവാൻ ഷാ രാജവംശത്തിന്റെ രാജകീയ വസതിയായിരുന്നു ഇത്. 2 നിലകളുള്ള കൊട്ടാരത്തിൽ ഇടുങ്ങിയ സർപ്പിള ഗോവണിപ്പടികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യത്യസ്ത വലുപ്പത്തിലുള്ള 50 മുറികളുണ്ട്. മുകളിലത്തെ നിലയിൽ 25 മുറികളിൽ 16 എണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
ഉള്ളൂ. അതേസമയം താഴത്തെ നിലയിലെ 27 മുറികൾ കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ 15-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ രൂപം നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലില്ലെങ്കിലും ഉള്ളിലുള്ള രണ്ടാമത്തെ കോട്ടയുടെ ഭാഗമായ ഇത് ചുവരുകളാലും ഗോപുരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ഉറപ്പുള്ള സമുച്ചയമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ സമുച്ചയത്തിൽ ഷിർവാൻഷായുടെ വസതി, ഒരു സദസ് ഹാൾ, ഒരു മസ്ജിദ്, ഭരണാധികാരികളുടെ ശവകുടീരങ്ങളുള്ള ഒരു സ്ഥലം, അന്തഃപുരം എന്നിവ ഉൾപ്പെടുന്നു. ലളിതവും എന്നാൽ മനോഹരവുമായ ഇസ്ലാമിക രൂപകൽപ്പനയാണ് ഈ ശവകുടീരത്തിന്റെ പ്രത്യേകത. 19-ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാരുടെയും റഷ്യക്കാരുടെയും ആക്രമണങ്ങളിൽ നിന്ന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും സങ്കീർണമായ കമാനങ്ങൾ, ടൈൽ വർക്കുകൾ, കൊത്തിയെടുത്ത കല്ലുകൾ എന്നിവയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്ന കൊട്ടാരം ഷിർവാൻഷാകളുടെ വാസ്തുവിദ്യാ മഹത്വം കാണിക്കുന്നു. ബാക്കുവിന്റെ പഴയ ചരിത്രത്തിലെ ഒരു പ്രമുഖ ചരിത്ര അടയാളമാണ് സഫാവിദ് രാജവംശത്തിന്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മുറാദ് ഗേറ്റ്. തുടക്കത്തിൽ പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത ഇത് പിന്നീട് നഗരത്തിലേക്കുള്ള വ്യാപാരത്തിനുള്ള ഒരു പ്രധാന പ്രവേശന കവാടമായി മാറി. ഓൾഡ് സിറ്റിയിലെ 16-ാം നൂറ്റാണ്ടിലെ അവശേഷിക്കുന്ന ഏക സ്മാരകമാണിത്. മുറാദ് ഗേറ്റിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചരിത്രപരമായ ഒരു ഷിയ മുസ്ലിം പള്ളിയാണ് ബെയ്ലാർ മോസ്ക്. പേർഷ്യൻ, അസർബൈജാനി ഡിസൈനുകളുടെ ഘടകങ്ങളായ സങ്കീർണമായ ടൈൽ വർക്കുകളും പരമ്പരാഗത താഴികക്കുടവും ഇതിന്റെ പ്രത്യേകതകളാണ്. പ്രാദേശിക മുസ്ലിം സമൂഹത്തിന്റെ ആരാധനാലയമായി നിർമ്മിച്ച ഈ പള്ളിയിൽ ഒരു വിശുദ്ധ അവശിഷ്ടങ്ങളുടെ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ഓൾഡ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ബാക്കു മ്യൂസിയം ഓഫ് മിനിയേച്ചർ ബുക്സ് വലിപ്പം കുറഞ്ഞ പുസ്തകങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏക മ്യൂസിയമാണ്. 2002 ഏപ്രിൽ 2-ന് തുറന്ന ഈ മ്യൂസിയത്തിൽ 2015-ൽ മിനിയേച്ചർ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ സ്വകാര്യ ശേഖരം എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. സരീഫ സലാഹോവ 30 വർഷങ്ങളിലേറെയായി ശേഖരിച്ച ഈ ശേഖരത്തിൽ 64 രാജ്യങ്ങളിൽ നിന്നുള്ള 6500-ലധികം പുസ്തകങ്ങളുണ്ട്. വിപ്ലവാനന്തര റഷ്യയിലെയും സോവിയറ്റ് കാലഘട്ടത്തിലെയും നിന്നുള്ള കൃതികൾ 1672-ൽ സൗദി അറേബ്യയിൽ അച്ചടിച്ച 17-ാം നൂറ്റാണ്ടിലെ ഖുറാൻ പോലെയുള്ള ശ്രദ്ധേയമായ ഇനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ആയിരക്കണക്കിന് മാക്രോ മിനി, മിനിയേച്ചർ, മൈക്രോ മിനി, അൾട്രാ മിനി എന്നിനങ്ങളിലുള്ള പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന 15 വിഭാഗങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. ടോപ്പ് ആൻഡ് പബ്ലിഷിംഗ് നിർമ്മിച്ച 2 മില്ലിമീറ്റർ നീളവും 2 മില്ലിമീറ്റർ മാത്രവും വലിപ്പമുള്ള ഭൂതക്കണ്ണാടി കൊണ്ട് മാത്രം വായിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകവും ഒരു ബട്ടന്റെ മാത്രം വലിപ്പമുള്ള ഖുറാനും ഇവിടുത്തെ ആകർഷണങ്ങളാണ്. അസർബൈജാനിലെ ഏറ്റവും പഴക്കമേറിയ പള്ളിയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കെട്ടിടവുമാണിത്. മുഹമ്മദ് മോസ്ക് എന്നറിയപ്പെടുന്ന ഇത് 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. 1723-ൽ റഷ്യൻ നാവിക ബോംബാക്രമണത്തിനിടെ മിനാരത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് തകർന്ന ഗോപുരം എന്നർത്ഥം വരുന്ന സിനിഗ്ല മസ്ജിദ് എന്നും ഇതറിയപ്പെടുന്നു. എന്റെ ഓൾഡ് സിറ്റിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ബാക്കുവിന്റെ സമ്പന്നവും വൈവിധ്യപൂർണമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന വാസ്തുവിദ്യയും മതപരവും സാംസ്കാരികവുമായ 35-ലധികം പുരാതന സ്മാരകങ്ങൾ ഇന്ന് ഓൾഡ് സിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇറ്റലി, പോളണ്ട്, ഹംഗറി, സെർബിയ, സ്വിറ്റ്സർലാൻഡ് എന്നീ 5 രാജ്യങ്ങളുടെ എംബസികളും ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത്. അസർബൈജാനിലെ ചരിത്ര കേന്ദ്രമായ ബാക്കുവിലെ പഴയ നഗരം 2000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അന്നു മുതൽ ജനവാസമുള്ള ഇവിടെ ഇന്ന് ഏകദേശം 3000 ആളുകൾ വസിക്കുന്നുണ്ട്. പേർഷ്യൻ, അറബ്, ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ സ്വാധീനത്തിലുണ്ടായിരുന്ന സിൽക്ക് റോഡിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന ഇവിടുത്തെ വാസ്തുവിദ്യ ഇസ്ലാമിക്, പേർഷ്യൻ, അസർബൈജാനി ശൈലികളുടെ ഒരു മിശ്രിതമാണ്. ഇടുങ്ങിയതും വളഞ്ഞു പുളഞ്ഞതുമായ തെരുവുകൾ, പരമ്പരാഗത വഴിയമ്പലങ്ങൾ, പള്ളികൾ, പുരാതന നഗരമതിലുകൾ എന്നിവയൊക്കെയാണ് ഈ പഴയ നഗരത്തിന്റെ പ്രത്യേകതകൾ. കട്ടിയുള്ള ചുണ്ണാമ്പുകളിൽ സവിശേഷമായ രൂപകൽപ്പനയിൽ നിർമ്മിച്ചിരിക്കുന്ന മതിലിൽ ഗോപുരങ്ങളും പ്രതിരോധത്തിനുള്ള കൊത്തളങ്ങളുമുണ്ട്. ഭൂപ്രദേശത്തിന്റെ ഘടന അനുസരിച്ച് കോട്ടകൾ പല ഉയരത്തിലും കനത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തിയുടെ ചില ഭാഗങ്ങൾ കാലക്രമേണ പരിഷ്കരിക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ഘടനയുടെ ഭൂരിഭാഗവും ഇന്നും കേടുകൂടാതിരിക്കുന്നു. ഈ പഴയ നഗരത്തിന്റെ ഇടുങ്ങിയ വഴികളിൽ കൂടി നടക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എത്ര ഗൗരവമായിട്ടാണ് ഇവിടുത്തെ പുരാതന വാസ്തുവിദ്യയെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നതാണ്. കെട്ടിടങ്ങളിലെ സങ്കീർണമായ ടൈൽ വർക്കുകളും നഗരത്തിലെ കല്ലുപാകിയ തെരുവുകളും മുറ്റങ്ങളും ഒക്കെ ഒരു പഴയ കാലഘട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നു. അതേസമയം ആധുനിക പുനരുത്ഥാന ശ്രമങ്ങൾ ഈ പ്രദേശത്തിന്റെ ഊർജ്ജസ്വലമായ സാംസ്കാരികതയെ നശിപ്പിച്ചിട്ടുമില്ല. പുരാതനവും ആധുനികവുമായ ബാക്കു ഒരുമിച്ച് നിലകൊള്ളുന്ന ഇവിടെ സന്ദർശകർക്ക് ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യയുടെയും സവിശേഷമായ ഒരു സമ്മിശ്രണം അനുഭവിക്കാൻ കഴിയും. ഞാൻ നിൽക്കുന്ന ഈ ജംഗ്ഷൻ ഞങ്ങളുടെ ഗൈഡ് യാലായ്ക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണെന്നാണ് പറഞ്ഞത്. കാരണം 17, 18, 19, 20 നൂറ്റാണ്ടുകളിലെ കെട്ടിടങ്ങൾ കൊണ്ട് സവിശേഷമാണ് ഇവിടെ സംഗമിക്കുന്ന ഓരോ തെരുവും. 17-ാം നൂറ്റാണ്ടിലെ മോസ്ക് മുതൽ 20-ാം നൂറ്റാണ്ടിലെ സോവിയറ്റ് നിർമ്മിത കെട്ടിടങ്ങൾ വരെ ഇവിടെയുണ്ട്.
ഓൾഡ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെയ്ഡൻ ടവർ 12ാം നൂറ്റാണ്ടിലെ ഒരു വാസ്തുവിദ്യാ വിസ്മയവും അസർബൈജാനിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നുമാണ്. 23 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം 5 മീറ്റർ വരെ കട്ടിയുള്ള ചുവരുകളാൽ ചുണ്ണാമ്പുകല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുരത്തിന്റെ കൃത്യമായ ഉദ്ദേശം ചർച്ചാവിഷയമായി തുടരുന്നുണ്ടെങ്കിലും ഇതൊരു പ്രതിരോധ ഘടനയോ കാവൽ ഗോപുരമായോ ഒരു വലിയ കൊട്ടാര സമുച്ചയത്തിന്റെ ഭാഗമായോ പ്രവർത്തിച്ചതായി പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അകത്ത് മെയ്ഡൻ ടവറിൽ ഇടുങ്ങിയതും വളഞ്ഞു പൊളഞ്ഞതുമായ ഗോവണിപ്പടികൾ, ചെറിയ ജനാലകൾ, ആഴത്തിൽ കൊത്തിയ നിഗൂഢമായ ഒരു കിണർ എന്നിവയുണ്ട്. ഏകദേശം 15 മീറ്റർ ആഴമുള്ള ഈ കിണർ ഈ ടവറിന്റെ ഉള്ളിൽ എന്തിനാണ് നിർമ്മിച്ചത് എന്നതിനെ ചുറ്റി പല ഊഹാപോഹങ്ങളും സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ബാക്കുവിന്റെ ചരിത്രം, സംസ്കാരം, ഗോപുരത്തിന്റെ നിഗൂഢതകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ മ്യൂസിയം ടവറിന്റെ അകത്തുണ്ട്. ടവറിന്റെ മുകളിൽ നിന്നും പഴയ നഗരം, ഫ്ലെയിം ടവറുകൾ, കാസ്പിയൻ തീരപ്രദേശം എന്നിവയുടെ മനോഹരമായ പനോരമിക് കാഴ്ചകൾ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഇന്ന് മെയ്ഡൻ ടവർ എന്നത് പ്രാദേശിക ഐതിഹ്യങ്ങളുടെയും നാടോടി കഥകളുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. ചില കഥകൾ സൂചിപ്പിക്കുന്നത് അറേഞ്ച്ഡ് വിവാഹം ഒഴിവാക്കാൻ വേണ്ടി ടവറിൽ നിന്ന് സ്വയം താഴേക്ക് ചാടിയ ഒരു രാജകുമാരിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നാണ്. ഇന്ന് ബാക്കുവിന്റെ ചരിത്രവും സംസ്കാരവും മെയ്ഡൻ ടവറിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും നിറഞ്ഞ ഒരു മ്യൂസിയമാണ് ഈ ടവർ. ഈ ടവറിന്റെ ചരിത്രപരമായ നിഗൂഢതകളും വാസ്തുവിദ്യാ മികവും നഗരം പര്യവേഷണം ചെയ്യുന്ന ഏതൊരാളെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഓൾഡ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഖാസിം ബേ ഹമാം 17ാം നൂറ്റാണ്ടിലെ സഫാവിദ് കാലഘട്ടത്തിലെ ഒരു കുളിപ്പുരയാണ്. പണ്ട് മുതലേ അസർബൈജാനി സാമൂഹിക ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായ ഇത്തരം ടർക്കിഷ് ശൈലിയിലുള്ള ഹമാമുകൾ കുളിക്കാൻ മാത്രമല്ല സാമൂഹിക വൽക്കരണത്തിനും വിശ്രമത്തിനും ആചാരാനുഷ്ഠാനത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ഖാസിം ബേ നിർമ്മിച്ച ഈ കുളിപ്പുര താഴികക്കുടങ്ങളുള്ള മേൽത്തട്ട്, കമാനമുള്ള പ്രവേശന കവാടങ്ങൾ, ക്ലോക്ക് റൂമുകൾ എന്നിവയുൾപ്പെടെയുള്ള വാസ്തുവിദ്യകൾ നിറഞ്ഞതാണ്. ആവി നിറഞ്ഞതും ശുദ്ധീകരിക്കുന്നതുമായ അന്തരീക്ഷത്തിനായി നിലകൾക്കടിയിൽ ചൂടുള്ള വായു സഞ്ചരിക്കുവാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. കുളിക്കുന്നവർക്ക് ചായക്കൊപ്പം മധുര പലഹാരങ്ങൾ നൽകിയിരുന്നതുകൊണ്ട് ഇതിനെ സ്വീറ്റ് ബാത്ത് എന്നും വിളിച്ചിരുന്നു. പഴയ നഗരത്തിന് വെളിയിലിറങ്ങിയാൽ അത് മറ്റൊരു ലോകമാണ്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിലെ വികസനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഷോപ്പിംഗ്, ഡൈനിങ്, ആധുനിക വാസ്തുവിദ്യ എന്നിവയ്ക്ക് പേരുകേട്ട ചടുലമായ നിസാമി സ്ട്രീറ്റും ബാക്കു ബൊളിവിയാർഡുമാണ് അവിടെ നമ്മളെ സ്വീകരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ.